ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് കമൻറ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് S1-ൻ്റെ എക്സാം റിസൾട്ട് എപ്പോഴാണ് വരുന്നതെന്നും പിന്നെ നിങ്ങളുടെ S2-ൻ്റെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു അക്കാഡമിക് കലണ്ടർ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, നിങ്ങളുടെ S1-ൻ്റെ റിസൾട്ട് ഇപ്പോൾ വരുന്ന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് March 28-നാണ്. അത് ഞാൻ നേരത്തെ തന്നെ കുറെ പേരോട് പറഞ്ഞിരുന്നു. S1-ന്റെ റിസൾട്ട് നിങ്ങൾ S2-ൽ കയറി ഒരു 1 or 2 മന്തിന്റെ ഇടയിൽ തന്നെ ഉണ്ടാവുമെന്ന്. ഇപ്പൊ March 28-നാണ് നിങ്ങളുടെ റിസൾട്ട് വരുന്നത്. ഇപ്പൊ ഞങ്ങളുടെ റിസൾട്ട് പറഞ്ഞതിന് ഒരു ദിവസം മുന്നേ വന്നിരുന്നു. ഇപ്പൊ സാധാരണ K2-ന്റെ റിസൾട്ട് അങ്ങനെ വരാറില്ല. പറഞ്ഞ ഡേറ്റിനെക്കാളും ഒരാഴ്ച വരെയൊക്കെ എക്സ്റ്റെൻഡ് ആവുകയാണ് ചെയ്യാറ്. നേരത്തെ വന്നിട്ടൊന്നും ഇല്ല അങ്ങനെ. അപ്പം ഇപ്രാവശ്യം ഞങ്ങളുടെ റിസൾട്ട് നേരത്തെ വന്നിരുന്നു. അപ്പം March 28 എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 27 or 26, അല്ലെങ്കിൽ ആ ഒരു വീക്കിൽ തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പൊ March 28 എന്നുള്ളൊരു ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ റിസൾട്ട് ആ ഒരു ടൈമിൽ തന്നെ ഏകദേശം ഉണ്ടാവും. ഇനി നിങ്ങളുടെ S2 കലണ്ടർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം K2-ന്റെ S2 അക്കാഡമിക് കലണ്ടർ, നിങ്ങളുടെ S2-ന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് January 21-നാണ്. അന്ന് നിങ്ങളുടെ S2-ന്റെ ക്ലാസ് സ്റ്റാർട്ട് ആവും. പിന്നെ January 30-ന് നിങ്ങൾക്ക് കോഴ്സ് സെലക്ഷൻ സ്റ്റാർട്ട് ആവും. അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ മൈനർ ആൻഡ് ഓണർ വരത്തില്ല, മൈനർ സബ്ജക്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് കോഴ്സ് സെലക്ട് ചെയ്യാൻ കാണും. അപ്പൊ ആ ഒരു കോഴ്സ് സെലക്ഷൻ ഉണ്ടെങ്കിൽ അത് January 30-ന് സ്റ്റാർട്ട് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ February 5-ന് ആ കോഴ്സ് സെലക്ട് ചെയ്യേണ്ട ആ ഒരു പ്രൊസീജിയർ ഒക്കെ എൻഡ് ചെയ്യും. February 7th വരെ നമുക്ക് അതിന് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാവുന്നതുമാണ്. പിന്നെ പറയുന്നത് നമ്മളുടെ എക്സാം രജിസ്ട്രേഷൻ. നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾക്ക് ഇപ്പൊ S1 കഴിഞ്ഞപ്പോൾ അറിയാമായിരിക്കും, ആ ഒരു തുടക്കത്തിൽ തന്നെ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ വരുന്നത് February 13-നാണ് നിങ്ങളുടെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത്. അപ്പം എക്സാം രജിസ്ട്രേഷൻ എല്ലാവരും ആ ഒരു ടൈമിൽ തന്നെ ചെയ്യണം. പിന്നെ March 4-നുള്ളിൽ നിങ്ങളുടെ ഫസ്റ്റ് സീരീസ് കംപ്ലീറ്റ് ആക്കണം എന്നാണ് എഴുതിയേക്കുന്നത്. അതായത് January 21-ന് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ആയാൽ ആ ഒരു ഫെബ്രുവരി ആ ഒരു മന്തേ ഉള്ളൂ. ഒരു മന്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സീരീസ്, അതായത് 2 മോഡ്യൂൾ കവർ ചെയ്ത് ആ ഒരു സീരീസ് എക്സാം കംപ്ലീറ്റ് ആക്കും. പിന്നെ സെക്കൻഡ് സീരീസ് കംപ്ലീറ്റ് ആവുന്നത് April 16-നാണ്. അതായത് March 4 കഴിഞ്ഞാൽ പിന്നെ ഒരു മന്ത് പറയാം, April 16 വരെ. ആ ഒരു മന്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാക്കി 2 മോഡ്യൂളും കവർ ചെയ്തിട്ട് സെക്കൻഡ് സീരീസും കംപ്ലീറ്റ് ആവും. പിന്നെ ഉള്ളത് April 28-ന് നിങ്ങളുടെ നിങ്ങളുടെ ഇന്റേണൽ മാർക്ക് പബ്ലിഷ് ചെയ്യും. അതായത് അറ്റൻഡൻസ്, നിങ്ങളുടെ അസൈൻമെന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട്, അതായത് 28 വരെ ഉള്ളൂ നിങ്ങൾക്ക് ക്ലാസ്. April 28 വരെയാണ് നിങ്ങളുടെ S2-ന്റെ ലാസ്റ്റ് ക്ലാസ്. അപ്പം ഇന്റേണൽ എല്ലാം അന്ന് പബ്ലിഷ് ചെയ്യും. അപ്പം ഇന്റേണലൊക്കെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ April 30-ന് കറക്റ്റ് ചെയ്തുള്ള ഇന്റേണലും അപ്ലോഡ് ആക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നിങ്ങളുടെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് May 5-നാണ്. അപ്പം എക്സാമിന്റെ ഡേറ്റ്സ് ഞാൻ പറയാം. May 5, അത് കഴിഞ്ഞിട്ടുള്ള എക്സാം 8, പിന്നെ ഉള്ളത് 13th, പിന്നെ വരുന്നത് 16, 19, 22. May 22-നാണ് നിങ്ങളുടെ S2-ന്റെ എക്സാം എല്ലാം ഉൾപ്പെടെ എൻഡ് ചെയ്യുന്നത്. അപ്പം January, February, March, April, May 5 മാസമാണ് നിങ്ങളുടെ ഈ ക്ലാസ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 4 മാസം ക്ലാസ് വെച്ചിട്ട് 5ാമത്തെ മാസം നിങ്ങൾക്ക് എക്സാം ആണ് നടക്കുന്നത്. അപ്പൊ 4 മാസം കൊണ്ട് ക്ലാസ് എടുത്ത് 5ാമത്തെ മാസം എക്സാം. അതിൽ വലുതായിട്ടൊന്നും അത്ഭുതപ്പെടാനൊന്നുമില്ല. സാധാരണ 6 മാസമായിരുന്നു, ഇപ്പൊ അത് കുറഞ്ഞു വരുന്നുണ്ട്. 4 മാസം വെച്ചിട്ട് 5ാമത്തെ മാസം എക്സാം വരുന്നു. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു S2-ന്റെ അക്കാഡമിക് കലണ്ടർ വരുന്നത്. അപ്പം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു PDF ഞാൻ എന്റെ ഡ്രൈവിൽ അറ്റാച്ച് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് കൊടുത്തേക്കാം. അതെല്ലാം ഞാൻ സ്ക്രീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ S2-ന്റെ കലണ്ടറിന്റെ കാര്യത്തിലോ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിലോ ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ്, ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.